റെയിൽവേ പാളത്തിൽ കല്ലുവെച്ച സംഭവത്തിലെയും വന്ദേ ഭാരത് ട്രെയിന് കല്ലെറിഞ്ഞ സംഭവത്തിലെയും പ്രതികളെ പിടികൂടി. RPFും പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് 17 വയസ്സുകാരനടക്കം 2 പേർ പിടിയിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:20ഓടെയായിരുന്നു കളനാട് റെയിൽവേ പാളത്തിൽ കല്ലുകൾ വെച്ചത്. അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ ഈ കല്ലുകൾ പൊടിഞ്ഞ നിലയിലായിരുന്നു. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. സംഭവത്തിൽ പത്തനംതിട്ട എഴകുളം സ്വദേശിയായ അഖിൽ ജോൺ മാത്തുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കളനാട് വെച്ചിട്ട് 2 ട്രാക്കിലും 2 ഭാഗത്തായിട്ട് കല്ല് വെച്ചിരുന്നു. ഞങ്ങൾ ഇന്നലെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ വിവരം കിട്ടി അവിടെ എത്തി. അപ്പോൾ കണ്ടെത്തിയപ്പോൾ അതും 2 പിള്ളേരാണ്. അവർ ഏജ്ഡാണ്. അവരൊരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരൻ അവരൊരു ആങ്സൈറ്റി പ്രകാരം, അത് കളനാട് റിമോട്ട് ഏരിയയാണ്, ആൾട്ട് സ്റ്റേഷനാണ്. റെയിൽവേ ഓഫീഷ്യൽസായും ആ സമയത്ത് അവൈലബിൾ അല്ല, അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അവരത് സമ്മതിച്ചിരിക്കുന്നു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് സാബിട്ട് ക്രിമിനൽ ഇന്റർഫറൻസ് ഒന്നുമില്ല, അവർക്ക് ഒരു കോൺസ്പിറൻസി അങ്ങനെയുള്ളതൊന്നുമില്ല. എന്നാൽ കൂടെ അവർ കല്ല് വെച്ചാൽ എന്താവും ഉള്ളതിന് അപ്പോൾ സൗണ്ട് വരുന്നു. അങ്ങനെയുള്ള വീട് വിട്ടിറങ്ങിയിട്ട് 3 ദിവസമായി. ചങ്ങനാശ്ശേരി പത്തനംതിട്ട സ്വദേശികളാണ്. അവരിവിടെ വന്നിട്ട് 3 ദിവസമായി. അങ്ങനെ കറങ്ങി നടക്കുന്നു. ട്രാക്കിലൂടെ നടന്ന് അവിടെ എത്തിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. അവരൊരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിക്ക് മുമ്പ് ഹാജരാകും. ഇക്കഴിഞ്ഞ 8-ാം തീയതി പൂച്ചക്കാട് വെച്ച് വന്ദേ ഭാരതിനും കല്ലെറിഞ്ഞിരുന്നു. ഇതിൽ വന്ദേ ഭാരതിന്റെ ചില്ല് പൊട്ടുകയും ചെയ്തു. ട്രെയിനിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 17കാരൻ പിടിയിലായത്. ഇന്നലെ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എല്ലാവർക്കും അറിയാം ഫുള്ള് CCTV ഇൻസ്റ്റാൾഡ് ആണ്. CCTV ഫുട്ടേജിന്റെ ഞങ്ങൾ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആളെ ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തതിലൊരു മൈനറാണ്, കുട്ടികളാണ്. അവർ JJB ഇവർക്ക് മുന്നാടി ഓണറബിൾ JJB മുന്നാടി ഞങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അത് കുട്ടികളായത് കാരണം അവരുടെ മാതാപിതാക്കൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ കുട്ടികൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അവർ SBR റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. പാളത്തിൽ കല്ലുവെച്ചതും ട്രെയിനിന് കല്ലെറിഞ്ഞതുമായ 5 കേസുകളാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ കാസർഗോഡ് മാത്രം ഉണ്ടായിട്ടുള്ളത്. ജൂലൈ മാസത്തിൽ തൃക്കരിപ്പൂർ രാമവില്യം ഗേറ്റിനും ഒളവറ ഗേറ്റിനുമിടയിൽ 6 ഇടങ്ങളിലാണ് കരിങ്കൽ ചീളുകൾ നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത്. കുമ്പള സ്റ്റേഷനിലും സമാന സംഭവമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തിയിരുന്നെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കുട്ടികളെല്ലാം ചെയ്യുന്ന ക്യൂരിയോസിറ്റി. ഞാൻ നിങ്ങളോട് പറയുന്നതും ഈ നിങ്ങളിലൂടെ എത്തുന്ന ഇത് കാണുന്ന മാതാപിതാക്കള്, ടീച്ചേഴ്സ്, നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ അവെയർ ചെയ്യണം. അവർക്ക് ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല. മാക്സിമം ആങ്സൈറ്റിക്കും ക്യൂരിയോസിറ്റിക്കും ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ഈ ഒരു വണ്ടി ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് പറഞ്ഞാൽ 110 കിലോമീറ്റേഴ്സ് ആണ് സ്പീഡ്. ഒരു കല്ല് അതിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ട്രിപ്പിൾ സ്പീഡിൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വന്ദേ ഭാരത് എല്ലാം AC ആണ്. ഗ്ലാസ് പൊട്ടിയിട്ട് ഉള്ളിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് ബാക്കിയുള്ള വണ്ടികളിൽ AC ഇല്ലാത്ത സ്ലീപ്പർ കോച്ച്, ജനറൽ കോച്ചുകളാണെങ്കിൽ കല്ല് മേലെ അടിക്കും, എഫക്റ്റ് ആവും. കുറേ ഇൻസിഡൻസ് കോൺസിക്വൻസസും വളരെയധികം ആളുകളും എഫക്റ്റ് ആയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.